ഹലോ, ഞാനൊരു രസം ഉണ്ടാക്കാൻ പോവുകയാണ്. രസത്തിന് വേണ്ടത് വെളുത്തുള്ളി, ചുവന്ന മുളക്, കുരുമുളക്, ചുവന്നുള്ളി, ഒരു തക്കാളി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രസപ്പൊടി. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് കടുക്, വാളംപുളി ഞാൻ കലക്കി വെച്ചിരിക്കുകയാണ്, പിഴിഞ്ഞെടുത്തിട്ടില്ല ഗൈസ്. ഞാനത് ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ രീതിക്കൊരു രസം. കടുകൊന്ന് പൊട്ടട്ടെ. എണ്ണ ചൂടായില്ലെന്ന് തോന്നുന്നു. കടുക് പൊട്ടാൻ ഇത്തിരി താമസം എടുക്കും. നമ്മുടെ കടുക് ഏകദേശം പൊട്ടിക്കഴിയാറായി. ഇനി നമുക്ക് രസത്തിന് വേണ്ട ചേരുവകൾ നമുക്കിടാം. വെളുത്തുള്ളി, കുറച്ചിൽ ചുവന്ന മുളക് പൊടി ഇടാം. ചുവന്ന മുളക് പൊടി നമുക്കങ്ങ് ഇട്ട് കൊടുത്തേന്. ചുവന്ന മുളക് മടക്കിട്ട് കൊടുക്കും. ചുവന്നുള്ളതൊന്നും അത്യാവശ്യം ഒന്ന് ആയിക്കോളൂ. ഈ എണ്ണയ്ക്കകത്തിടുന്നു. ഫസ്റ്റ് നമ്മൾ ഇടേണ്ടതായിരുന്നു. ഈ എണ്ണയ്ക്കകത്തിടുന്ന ആകുന്നത് കൊണ്ട് ചുവന്നുമുളക് ഒരു കളറായില്ല. ചുവന്നുമുളക് ഇടാൻ ഇച്ചിരി താമസിച്ചു. അതുകൊണ്ടാണ്. ഇത് ഏറെക്കുറെ പയ്യൊരു കളറ് മാറണം. ചെറിയൊരു ബ്രൗൺ കളർ വരണം. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ചുവന്ന മുളക്, കടുക്. ഇത്രയും സാധനം ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് കടുക് ഇടണം. പിന്നെ നമുക്ക് തക്കാളി ഇടാം. ബാക്കിയുള്ള ചേരുവകളോട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേ കളർ വന്നു തുടങ്ങി, ബ്രൗൺ കളറായി തുടങ്ങി. ഏറെക്കുറെ ആയി. നമുക്ക് ബാക്കിയുള്ള ചേരുവ ഇടാം. തക്കാളി ഇടുവാണ്. തക്കാളി ഇട്ടിട്ടൊരു ഇച്ചിരി നേരം നമുക്ക് കൂടുതൽ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. കൂടുതൽ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ വഴറ്റി കൊടുക്കാം നല്ലതുപോലെ. ഇനി ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതിനകത്തൊക്കെ ഉപ്പിടാൻ പോവാണ്. ഞാൻ ഉപ്പിടുന്ന കാരണം വെളുത്തുള്ളി നന്നായിട്ട് ഇച്ചിരി നല്ല തക്കാളിയും വെളുത്തുള്ളി എല്ലാം കൂടി വാടാനുള്ളത് വാടിക്കോട്ടെ. ഉപ്പിടുമ്പോഴത്തേന് ആയിക്കൊള്ളും. ഇട്ടെടുത്ത് ഉപ്പ് നമ്മുടെ പാകത്തിന് ഇട്ടൊന്ന്
മാറട്ടെ. വാടി കൊടുക്കണം. കഴിയുമ്പോഴത്തേനും നമുക്ക് ബാലൻസ് ചേരുവകയും കൂടി ചേർക്കാം. ഇതിനകത്ത് ഇപ്പോൾ എടുത്തത് തക്കാളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, ചുവന്നമുളക്, പിന്നെ ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മളിതെല്ലാം ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഒക്കെ ആയി കഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ രസപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. രസപ്പൊടി ഇട്ടു. രസപ്പൊടി ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാൻ അരിഞ്ഞ് വെച്ചിട്ടില്ല. ആദ്യം ഞാൻ അരിച്ച് വെച്ചിട്ടില്ല. വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിന്. പിന്നെ വേണ്ട ബാലൻസ് പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിന് ഒരുവിധം നല്ല പുളി കാണും. ഇനി ഞാനിതിനകത്തോട്ട് കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് ഇട്ട് കൊടുക്കണം. ഞാൻ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം രസം ഓക്കെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.